മുരുക, നാളെ പോകാനുള്ള ലോഡെല്ലാം റെഡിയല്ലേ അല്ലേ? ആണ എല്ലാം റെഡിയായി. പിന്നെ നമ്മുടെ വലങ്കയായിരുന്ന SI ഇല്ലേ, അയാളിപ്പോ സ്ഥലം മാറിപ്പോയി. ഇപ്പൊ വന്നിരിക്കുന്ന ഇച്ചിരി കലിപ്പാന്നാകട്ടെ. ഇന്നലെ പോയ സിബിയുടെ ലോഡ് അവൻ തടഞ്ഞു. നീ ധൈര്യമായിട്ട് ലോഡം കയറ്റി വിടുക. അവന്റെ കലിപ്പൊക്കെ അങ്ങ് മാറ്റിയേക്കാം. ആരതി, ഇടിഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. ഞാൻ സമ്പത്തണ്ണൻ്റെ അടുത്തേക്ക് പോവല്ലേ. അണ്ണൻ എന്തായാലും നമ്മളെ സഹായിക്കാതിരിക്കത്തില്ല. നമുക്ക് ഓപ്പറേഷനിലുള്ള പൈസ കിട്ടും. നീ പേടിക്കാതെ. ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് പൈസ അടയ്ക്കാം, കേട്ടോ? അവളെന്തി? അച്ഛൻ വേഗം വരാം കേട്ടോ. മോള് കിടന്നു. ആരതി, ഞാൻ പിന്നെ പറയും കേട്ടോ. നിനക്കറിയത്തില്ല എനിക്ക് ഇന്നത്തെ വിശ്വാസമൊന്നുമില്ലെന്ന്. അവളുടെ ഒരു ദൈവം. നീ വേണം ഒറ്റയ്ക്ക് കൊച്ചിനെ കണ്ട് വെക്കോ, ഞാനെങ്കില്ല. എടാ, അവൻ എവിടാടാ താമസിക്കുന്നത്? അറിയത്തില്ലല്ലോ അണ്ണാ. SI നിനക്കറിയാവടാ? എനിക്കറിയത്തില്ല അണ്ണാ. നിനക്കറിയത്തില്ലെങ്കിൽ നീ കണ്ടുപിടിക്കണം. ആ എന്നിട്ട് എന്നോട് പറയണം. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. മനസ്സിലായോ? അണ്ണാ നമുക്ക് അവനെ അങ്ങ് തീർത്താലോ? തീർക്കണ്ടോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് കേട്ടാ മതി, കേട്ടോ? മനസ്സിലായോ? എടാ സുനിയെ, അങ്ങോട്ട് നോക്കിയടാ. ആരാടാ വരുന്നേ? ഞാൻ വിചാരിച്ച നീ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അങ്ങ് മറന്നുപോയത്. അണ്ണാ, എന്നാടാ കാര്യം? എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ? നീ എന്നാ ചോദ്യമാടായി ചോദിക്കുന്നത്? ആ ചന്ദനത്തടി വിട്ടിട്ട് എൻ്റെ പകുതി പൈസ തരാന്നല്ല അണ്ണൻ എന്നോട് പറഞ്ഞേ. എടാ ജോജിമോനെ, ഫോറസ്റ്റുകാർ കാവൽ നിന്ന സാധനം അവരുടെ കണ്ണു വെട്ടിച്ച് നീ ഞങ്ങളുടെ കൈ കൊണ്ടെത്തിച്ചു. സാധനം വിറ്റ് പോലെ നിന്റെ കാശ് തരാൻ പറ്റത്തുള്ളൂ. നീ ഇടയ്ക്ക് കയറി വന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്നാ ചെയ്യുമെന്നാ നീ പറയുന്നത്? അത് വിറ്റു അതൊക്കെ അറിഞ്ഞണ്ണ. എൻ്റെ കൊച്ചാശുപത്രിക്ക് എടുക്കുക. ഈ പൈസ കിട്ടില്ല എൻ്റെ കൊച്ചിൻ്റെ ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. ഈ സമയത്ത് അണ്ണൻ ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലണ്ണ. എൻ്റെ ഈ പൈസ ഒന്നുമില്ല, നീ വിട്ടോ. പൈസ ചോദിക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിലല്ലേ എനിക്ക് ഈ ബിസിനസ്സൊക്കെ നടക്കത്തുള്ളൂ. താൻ ഈ തടിമില്ല മറന്ന് നടത്താത്ത പരിപാടിയുണ്ടോ? കഞ്ചാവ് എടുത്ത് ചന്ദനക്കടത്ത് നടത്താത്തൊരു പരിപാടിയില്ല. ഞാനിതൊക്കെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, താൻ കുറച്ചു കാലം അകത്ത് കിടക്കും. ഞാൻ മാപ്പസാക്ഷിയായിട്ട് ഉരി വരും. താനില്ലേ ജീവിതകാലം മൊത്തം കിടന്ന് ഉണ്ട തന്നേണ്ടി വരും. കാണാൻ എനിക്ക്. എടാ സുനിയെ, വണ്ടിക്കകത്തിരിക്കുന്ന പൈസ എടുത്തോളൂ. എന്നാ നിന്റെ 10 ലക്ഷം രൂപ. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. ഇനി ഈ കാര്യം പറഞ്ഞ് ഈ പടിക്കകത്തോട്ട് കയറിയ നിന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായോ? പോടാ. മുരുക, അവൻ ആ കാശ് കൊണ്ടുപോയി തിന്നണ്ട. നീ പോയി ആ കാശ് പഠിച്ചോളൂ. പോടാ, ചെല്ലടാ. സുനിയെ, പറയണ തലയുടെ മർമ്മം നോക്കി മനസ്സിലായോ? ശരിയണ്ണ. ചെല്ലടാ. പോടാ 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 പോടാ. ഇനി നീ ഇതിന്റെ പുറകെങ്ങാനും വന്നിട്ടുണ്ടേ അരിഞ്ഞു കളഞ്ഞ. സുനി, നീ ആ പാറവടയിലോട്ടിയല്ലേ? എന്നാടാ ജോജി വിളിച്ചത്? നിന്ന് പഠിച്ച് പാമ്പായിട്ട് കിടക്കുമല്ലേ? എന്നെ കൊണ്ടൊന്നും പറ്റുമല്ലേ നിന്നെ അവിടെ നോക്കിക്കൊണ്ട് പോകാൻ? രാവിലെ തന്നെ അടിച്ച് പാമ്പായിട്ട് കിടക്കാണ്ട് എനിക്ക് വരെ പണിക്കുമ്പോടാ.
എനിക്ക് എൻ്റെ മോളെവിടെ? ജോജി പേടിക്കണ്ട, അവൾ ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല അവൾക്കിപ്പോൾ. ഓപ്പറേഷൻ അടയ്ക്കാനുള്ള പൈസയൊക്കെ എങ്ങനെയാ? ആ അതിനല്ലേ ജോജി ദൈവം. നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മനുഷ്യൻ്റെ രൂപത്തിൽ നിന്ന് അങ്ങേരെ നമ്മളെ രക്ഷിക്കും. എന്നെങ്ങനെ മാറിക്കോട്ടെ, എനിക്ക് ബോധം വരാൻ നോക്കിയിരിക്കുമായിരുന്നു. എന്തായാലും എൻ്റെ വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, അവരുടനെ എത്തും. ശരി എന്നാ ഞാൻ മാറിക്കോട്ടെ. സത്യത്തിൽ നിങ്ങൾ ആരാ? എന്തിനാ എന്നെ രക്ഷിച്ച്? എടാ താനല്ലേ എന്നെ വിളിച്ചത് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ നിങ്ങൾ ആരാ? എന്തിനാ എന്നെ രക്ഷിച്ച്? ഞാൻ ഡോക്ടർ മാധവ് സമ്പത്ത്, നിങ്ങൾ കണ്ട ഈ കഥയിലെ വില്ലൻ്റെ മകൻ. അറിയില്ലടാ, അറിയില്ല. ഹോസ്പിറ്റലിൽ പോകണം. ഡേടാ ഇങ്ങി വന്നേ. എടാ ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പോൾ വിളിക്കാവേ. രാവിലെ ഇത് 6 നേരം തട്ടിയെടുത്ത്. അത് അണ്ണൻ പറഞ്ഞിട്ടാ. ഒരണ്ണൻ. എടാ നിന്നോട് എത്ര വശം പറഞ്ഞിട്ട് ഇമ്മാതിരി പരിപാടിക്ക് പോകല്ലെന്ന്. ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കേസാ. പിന്നെ അണ്ണൻ പറഞ്ഞിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴുത്തിന് മേലിൽ തല കാണത്തില്ല. ഇതാ പാവം ജോജിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പൈസയാ. ഞങ്ങളുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നതാ. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി. ഇതാ കൊച്ചിൻ്റെ ചികിത്സയ്ക്കുള്ള പൈസയാ. ഞങ്ങൾ ആ പാലത്തിൻ്റെ അവിടെ അവനെ തല്ലിയിട്ടിട്ടുണ്ട്. അണ്ണൻ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കണം. അണ്ണൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ അവൻ്റെ കുട്ടിയും കിടക്കുന്നത്. ഓ അലീന ജോജി, ജോജിയുടെ മകൾ. എടാ അവളുടെ ഓപ്പറേഷൻ വേണ്ടി ഞാനീ പോകുന്നത്. ഓ അപ്പം അതിൻ്റെ പുറം ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നല്ലേ. എന്തായാലും നമ്മളവിടെ കണ്ട അച്ഛനോട് പറയണ്ട. ആ പൈസ മേടിക്കാൻ വന്നപ്പോൾ ഓടിപ്പോയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എൻ്റെ അച്ഛനായതുകൊണ്ട് പറയുകയല്ല, മറ്റുള്ളവരെ ദ്രോഹിച്ച് അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്ന പണവും അധികാരവും ഒന്നും ഒരിക്കലും നിലനിൽക്കുകയില്ല. ജോജി ഈ കഥയിലൊരു ക്യാരക്ടർ മാത്രമാണ്. സാധാരണ അച്ഛന്മാരാണ് മക്കളെ തിരുത്തുന്നത്. ഇവിടെ എൻ്റെ അച്ഛനെ തിരുത്താനും അച്ഛൻ്റെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യാനും ഞാൻ എന്നും കാണും, ഒരു കൈപ്പിടിയിൽ.